ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ അടിപൊളി ഒരു കിടുക്കാച്ച ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത്. മുടി വെളുക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. അപ്പോൾ കറക്കാനും വളരാനും ഒക്കെയുള്ള ടിപ്പുകളാണ് ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. സുപ്പുവിനെ ഒരുപാട് മുടിയൊന്നും കർക്കൂന്തൽ ഒരുപാടൊന്നും വളർന്നില്ലെങ്കിലും ആ മുട്ടയിൽ നിന്നും എന്തൊക്കെയോ ഇച്ചിരിയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഒരാഴ്ചത്തെ നല്ല അടിപൊളി കിടക്കാച്ചി ടിപ്പൊക്കെ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കേട്ടോ ആ ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്തൊക്കെ നോക്കണം. ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിപ്പം തുടർച്ചയായിട്ട് ചെയ്യാൻ പോവുകയാണ്. തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഇന്ന് നമുക്ക് മുടി നന്നായിട്ട് കറക്കാനും വളരാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തോ കേട്ടോ. എന്തായാലും നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ഫോട്ടോയൊക്കെ നമുക്ക് മതി. നമ്മുടെ പറമ്പിലും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. അടുക്കളയിലും പറമ്പിലുമായിട്ടൊക്കെയുള്ള സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത്. അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്ന് ഓടിപ്പോയി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാ നമ്മുടെ മുടിയിലിട്ട് കൊടുക്കാൻ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. കറിവേപ്പില, ഒരു 2-3 ചെറിയ ഉള്ളി തന്നെ എടുക്കണം. ചെറിയ ഉള്ളി എൻ്റെ മോൻ പറിച്ചുകൊണ്ട് വന്നതാട്ടോ. ചെമ്പരത്തി ഇലയും ഈ കിളുന്ന ചെമ്പരത്തി ഇലയും നാടൻ ചെമ്പരത്തിപ്പൂവും കറ്റാർ വാഴയും ചെറിയൊരെണ്ണം കേട്ടോ. അത് ഇത്രയും കൂടെ നമുക്ക് നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അവളെ കൊണ്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് ഒരു സൂത്രം കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മുടിയിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ചേച്ചിമാരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കിടു റിസൾട്ട് കിട്ടുന്ന മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പൊക്കെ കിട്ടാൻ വേണ്ടി നല്ലൊരു അടിപൊളി ടിപ്പാണ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. 2 ദിവസം മുമ്പേ എടുത്ത് വെച്ചതാണ് നമ്മുടെ കറ്റാർവാഴ. മഞ്ഞയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. സൂപ്പിന് ഇവിടെ ക്ഷാമം ആയതുകൊണ്ട് അതും കൂടെ അരയട്ടെ എന്ന് വിചാരിച്ചു. കളയുന്നില്ല തോല് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു സൂത്രം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കണ്ടിട്ട് അതുവഴി പോയോ അതോ ഉണ്ടോ? എല്ലാവരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആ എല്ലാം കൂടെ എടുത്തത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു സംഭവം കൂടെ നമ്മൾ ചേർക്കുമെന്ന്. നമുക്ക് നമ്മുടെ മുടിയിൽ തേക്കുന്ന കാച്ചി എണ്ണയോ എന്ത് വേണേലും നമുക്കെടുക്കാം. എൻ്റെ കാച്ചി എണ്ണ തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂട്ടി വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് മുടിയിലിട്ട് കൊടുക്കാൻ കേട്ടോ. കുറച്ച് എണ്ണയോട് ഒഴിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു വഴുവഴുപ്പിൻ കാണും നമ്മുടെ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് കുറച്ച് മുടി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നങ്ങ് പോവും കേട്ടോ. മുടിയൊക്കെ ഉള്ളവർ എന്നെ പ്രാഗല്ലേ, പക്ഷേ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. എൻ്റെ മുടി എന്ന് വെച്ചാൽ കുറച്ച് മുടിയല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കഴിയാൻ പോവും. അല്ലെങ്കിൽ നിങ്ങളെന്തേ ഓടിപ്പോയി ആ തോട്ടിലോ ആറ്റിലോ പോയി ചാടിക്കും. എന്നിട്ട് തിരികെ കയറി വരണം. അല്ലെങ്കിൽ നിങ്ങൾ തിരികെ കയറി വരണം. അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചെന്ന് നമ്മളെ തപ്പും. അന്നേരം മുങ്ങി കുളിക്കാൻ പോകുന്നവരെന്തായാലും തിരികെ വരണമെന്നാണ് ഈ സൂപ്പിൻ്റെ അപേക്ഷ. ഇങ്ങനെ ആ ചെറിയ ഉള്ളി നമ്മൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ. ഒരു 3-4 എണ്ണം. ബാക്കി എല്ലാ സംഭവങ്ങളും അലോവേര, നമ്മുടെ കറ്റാർ വാഴ ഒരു ലീഫ് മതി കേട്ടോ. ഞാൻ അത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ മുടിയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഇടുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ഒന്നും തേക്കേണ്ട. ഇതിനകത്ത് നമ്മൾ എണ്ണ ഇടുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നേ നമുക്ക് എണ്ണ ഇടേണ്ട കാര്യമില്ല. പിന്നെ ഈ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ നല്ല തണുപ്പാണ്. മുടിക്ക് നല്ല തണുപ്പും കിട്ടും. കറിവേപ്പിലയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ കറുപ്പും നല്ല തണുപ്പും ഒക്കെ കിട്ടും കേട്ടോ. തോനെ മുടിയുള്ളവർ ഒത്തിരി എടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ മുടിയുടെ അറ്റം വരെയൊക്കെ നമുക്കിത് തേച്ച് പിടിപ്പിക്കണം. എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാത്റൂമിലൊന്നും പോയി നിന്ന് കഴിയരുത് കേട്ടോ. നമ്മൾ വെളിയിലൊക്കെ പോയി നന്നായിട്ട് മുടി പിന്നെ ഇങ്ങനെ തലേ കപ്പും കൊണ്ട് പൊക്കി ഒഴിക്കാൻ ശ്രമിക്കണം. അന്നേരം ഇത് നന്നായിട്ട് പോകും കേട്ടോ. അങ്ങനെ ചെയ്യണം. കുറേശ്ശെ ഇട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇത് സംഭവം. നമുക്ക് മറ്റേ ഇലയുണ്ടല്ലോ നമ്മളൊക്കെ പറയല്ലോ ഇവിടെ എന്താ ഞാൻ വരെയില്ല, അതും നമുക്കിതിനകത്ത് ചേർക്കാം. എന്താ ജലദോഷവും നമ്മൾ പനി പിടിക്കാനൊന്നും സാധ്യതയില്ല. എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് വെള്ളം തൊടുകയേ ചെയ്യുന്നില്ല കേട്ടോ. വെള്ളം തൊടാതെയാണല്ലോ ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. നിങ്ങൾ വെള്ളം തൊടുകയേ ചെയ്യരുത് കേട്ടോ അരയ്ക്കുമ്പം. ഈ നമ്മുടെ ആ കറ്റാർവാഴയുടെ ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. എൻ്റെ സുജാത ചേച്ചിയുടെ മോടെ പല്ല് നല്ല മൂർച്ചയുള്ള പല്ല കേട്ടോ. അതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ കാര്യം സാധിച്ചു തരും കേട്ടോ. ഇടുക്കി അവൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയുന്നത് എങ്ങാനും അബദ്ധം പറ്റി ഇവൾ അറിയാതെങ്ങാണം ഇരുന്നാൽ എന്ത് ചെയ്യുക, അതിനാണ് ഇവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നത് കേട്ടോ. അതങ്ങനെയാണല്ലോ, ഇടയ്ക്കിടയ്ക്കൊന്ന് പൊക്കിയാലല്ലേ നമ്മളാണെങ്കിലും തറ വീഴാതെ നിൽക്കുന്നത് അല്ലേ. ഒരു മണിക്കൂറോ ഒക്കെ നമുക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. പുറശത്തൂടെ നമുക്ക് ഉള്ളിലോട്ട് നമുക്ക് തേച്ച് കൊടുക്കും കേട്ടോ. മുടി കൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് മുട്ടയുടെ വെള്ള മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേക്കാം കേട്ടോ. ഈ തലയുടെയൊക്കെ കൂടെ സത്യം പറഞ്ഞാൽ പണ്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് മുടിയൊക്കെ വളർന്ന് അത് പാരമ്പര്യമായിട്ട് നല്ല മുടി കാണും. വളർന്നതിന് കാരണം പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ നല്ല ചെമ്പരത്തി താളിയും പിന്നെ ഈ പഞ്ഞി നമ്മൾ തലേണയൊക്കെ ഉണ്ടാക്കാൻ പണ്ട് പഞ്ഞിമരം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ഇലയും നല്ലതായിരുന്നെന്ന് പറയുന്നേക്കാം. ആ താളി അതിൻ്റെ ഇലയിട്ട് താളി ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പഞ്ഞി ഇലന് മരത്തിനൊരു ചെറിയ മുള്ളൊക്കെ ഉണ്ട്. മരത്തിന് ചെറിയ മുള്ള ഇവിടെങ്ങും കാണുന്നില്ല. നമുക്കിവിടെ ഈ വീട് പണിയുന്നതിന് മുന്നേ ഈ മൂല ഒരു മരം ഉണ്ടായിരുന്നു, അത് മുറിച്ചു. അപ്പം നമ്മുടെ തട്ടിൻ്റെ ആവശ്യത്തിനൊക്കെ അത് നല്ലതാണ് അതിൻ്റെ മരം. ഇപ്പം ഞാൻ അത് ഒത്തിരി നാളായി ആ മരം കണ്ടിട്ടുണ്ട്. അല്ല അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പഞ്ഞിക്കായ നമ്മൾ തലേണ ഉണ്ടാക്കുന്ന അതിൻ്റെ പഞ്ഞി എടുത്ത് മെത്ത ഉണ്ടാക്കുന്നത്. അപ്പോഴതിൻ്റെ ആ ഇല കൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കി പണ്ട് കാലങ്ങളിൽ പുരട്ടിയിരുന്നു. അപ്പോൾ പിന്നെ ഷാമ്പുവും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ ആരും പെൺപിള്ളേരൊന്നും ഇങ്ങനൊന്നും ചെയ്യാത്തത് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ മുടിയൊന്നും ഇല്ലാതെ ഉള്ളവർ വെട്ടിക്കളയോ ഇല്ലാത്തൊരു എൻ്റെ കൂട്ട് കിടന്ന് പാടുപെടുക അല്ലേ. അങ്ങനെയാണ് സത്യം. ആർക്കായി മുടിയും ഇച്ചിരി ഇതൊക്കെ ഒരു കണ്ട കൊതി വരാത്തതല്ലേ. എനിക്കിഷ്ടമാണ് മുടി കേട്ടോ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മുടി വളരാത്തത്. പിന്നെ ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് വളരാൻ സാധ്യത കുറവാണ്. തൈറോയിഡിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉള്ളവർക്ക് എനിക്ക് ഇന്നാൾക്ക് ചെക്ക് ചെയ്ത് കേട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുടി വളർച്ചയൊക്കെ കുറവ്. പിന്നെ ഈ പച്ചിലകളും ഒന്നും കഴിക്കത്തില്ലല്ലോ ചിലർ. അങ്ങനെയും നമുക്ക് മുടി വളർച്ചയൊക്കെ മുരടിച്ച് വരും. അപ്പോഴങ്ങനൊന്നും ഇല്ലാതെ ഇപ്പം പച്ചിലയും കഴിക്കാൻ ഒക്കത്തില്ല. ഇപ്പം എല്ലാം പൂവാവാം, എന്ത് ചെയ്യാം കേട്ടോ. എന്തായാലും സുപ്പു ഇതേപോലുള്ള അയ്യത്ത് കിടക്കുന്ന കാട്ടിലെയും പേരയിലെയും മാവിലയൊക്കെ പുരട്ടി എന്തായാലും ഉള്ളത് ഞാൻ കാത്തു സൂക്ഷിക്കുക പിള്ളേർ. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ അണ്ണന് ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നേ, എല്ലാം പൊഴിഞ്ഞു പോയപ്പം. ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു, മീശ ഉണ്ടായിരുന്നു, കട്ട മീശി കൊട്ട. അപ്പോൾ പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് ആരവിടെ പറഞ്ഞതേ ഉള്ളൂ, പോകുന്നു. പിന്നെ എന്താ പറഞ്ഞു വന്നത്, ഇപ്പം എല്ലാം പൊഴിഞ്ഞു പോവാം. പിന്നെ എല്ലാവരും ഹെൽമെറ്റൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ ചൂട് കാരണം ഉള്ള മുടിയെല്ലാം പൊഴിഞ്ഞു പോകും എല്ലാവരുടെയും. മുറിയിലൊക്കെ കിടക്കുന്ന വെള്ള ടൈലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ മുറിയിലൊക്കെ കിടക്കുന്ന മുടി കാണണം. അന്നേരം നമുക്കത് മനസ്സിലാവും നമ്മുടെ മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട്. നമ്മുടെ അണ്ണൻ്റെ മീശ മുടിയെല്ലാം പൊഴിയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയും ഞാൻ ഈ മുറിയിൽ നിന്ന് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഇത്രയും മുടി? അന്നേരം നമുക്കറിയാമല്ലോ, ആണുങ്ങളുടെ ചെറിയ മുടി അതിങ്ങനെ നമുക്കറിയാമല്ലോ.
നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. പിന്നെ അവരൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മുടിയോട് ഇഷ്ടം തോന്നി, പ്രേമം തോന്നി നമ്മളൊക്കെ ദേ ഇങ്ങനെ ചെയ്ത് തുടങ്ങി. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം, മടിച്ചിരിക്കരുത്. ഒത്തിരി കള്ളിപ്പിള്ളേരുണ്ട് എനിക്ക് കൂട്ട്. അപ്പോഴും മടിയാണ്, ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. എന്തോ ആണേലും കാണിച്ചാലും നമ്മുടെ മുഖം നിൽക്കുന്ന സുന്ദരമാവുന്ന ടിപ്പുകൾ കാണിച്ച് തന്നാലും പറയും സൂപ്പു മടിയാണ്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് മടിച്ചികളായെന്ന് എനിക്കറിയത്തില്ല. സുപ്പുവിൻ്റെ പാത തുടർന്ന് ഏതെങ്കിലുമൊക്കെ ആവും കേട്ടോ നിങ്ങൾ. അപ്പോഴതേ നമ്മൾ ഈ സംഭവമൊക്കെ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് രാവിലെ കുളിച്ചതായിട്ടോ രാവിലെ കുളിച്ചിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അത് കഴിയാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് തല കുമ്പിട്ട് അങ്ങോട്ട് നന്നായിട്ട് കഴുകിക്കളയും. ചിലത് ഞാൻ 1 മണിക്കൂർ, ചിലത് നമ്മുടെ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ 2 മണിക്കൂർ നിൽക്കാം എന്ന് വിചാരിച്ച് 2 മണിക്കൂറൊക്കെ നിൽക്കും. ഇത് 1 മണിക്കൂറേ നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം, അടിപൊളി റിസൾട്ടൊക്കെ കിട്ടുന്നതാണ്. ഏത് തന്നെയാണേലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം, മടിച്ചിരിക്കാതെ നമുക്ക് വേണം എന്ന് കരുതി നമ്മൾ ചെയ്തു കൊള്ളുക. ഞാൻ 1 മണിക്കൂർ നിന്ന് കഴുകിക്കളയുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മുറ്റത്തൊക്കെ കാണുമല്ലോ പേരയില, അതേപോലെ ചെമ്പരത്തിയൊക്കെ നട്ടുപിടിപ്പിക്കണം, നാടൻ ചെമ്പരത്തി കേട്ടോ. അപ്പോൾ ഇതൊക്കെ പച്ചിലയും ഒക്കെ പറിച്ച് കയ്യൂന്നി, പിന്നെ കയ്യൂന്നിക്കൊക്കെ വേറെ പേരാ പറയുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ ചേർത്ത് മുടിയിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷേ എല്ലാം ഒന്നും നമ്മുടെ അയ്യത്തൊന്നും കിട്ടുന്നില്ല. ഇതിപ്പോൾ മോനും കൊണ്ടാവും അമ്മയ്ക്ക് മുടി വളരട്ടെ എന്ന് പറഞ്ഞിട്ട് അവന് ആ ചെമ്പരത്തിയുടെ തളിരലയും പൂവെല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്നേ. മറ്റേ സൈസ് ചെമ്പരത്തി നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി നാളെ കാണാം നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടിപ്പുകളാണ് സുപ്പുവിൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അത് നിങ്ങളും ചെയ്ത് നോക്കണം. ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ തലയിലെ കടിഞ്ചായ ഒഴിച്ചതിൻ്റെ ബാക്കി ഇവിടെ ഇരിക്കുക കേട്ടോ. കടിഞ്ചായയൊക്കെ നല്ലതാണ്, ഇടയ്ക്ക് മുടി ഒഴിച്ചിലും ഒക്കെ മാറിക്കിട്ടും. അതും ചെയ്ത് നോക്കുക. അതിൻ്റെ ബാക്കിയാട്ടോ ഫുള്ളുണ്ടായിരുന്നു, അത് തേച്ചതിൻ്റെ ബാക്കി. ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ കേട്ടോ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.